Hi friends, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു റൂട്ട് ടു മീഡിയ 2-minute റെസിപ്പി. നമുക്ക് ഇന്നൊരു ചിക്കൻ പെപ്പർ റോസ്റ്റ് ഉണ്ടാക്കിയാലോ. ചിക്കൻ പെപ്പർ റോസ്റ്റിന് ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം പീസിൽ കട്ട് ചെയ്തത്, 1 ബൗൾ സവാള ഉള്ളി നീളത്തിൽ അരിഞ്ഞത്, 3 തണ്ട് കറിവേപ്പില, 6 പച്ചമുളക് നടുക്കൂടി മുറിച്ചത്, പിന്നെ ഒരു വലിയ തക്കാളിക്ക് എടുത്തിട്ടുണ്ട്. ഞാൻ ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 വലിയ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 വലിയ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി. നമുക്കിനി ചിക്കൻ പുരട്ടി വെക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ്, ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ സെറ്റ് ആവാനായിട്ട് വെക്കാം. ചിക്കൻ വറുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചിക്കൻ ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വേണം അത് വറുത്തെടുക്കാൻ. 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. വേറൊരു തവ വെച്ചിട്ടുണ്ട്. ഈ എണ്ണയിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഉള്ളി ചേർക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഇട്ട ഉപ്പ് മഞ്ഞൾപ്പൊടിയും ചിക്കന് വേണ്ടി മാത്രമുള്ളതായിരുന്നു. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിക്ക് ആഡ് ചെയ്യാം. സവാളയും തക്കാളിക്കും നല്ലപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. റോസ്റ്റ് ചെയ്ത് ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞത് പെപ്പർ നമുക്ക് എരിവനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ പെപ്പർ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാവരും ഈ ഡിഷ് വീട്ടിൽ തയ്യാറാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കണം. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.